ഇടതുപക്ഷ സഹയാത്രികനും യാക്കോബായ വിഭാഗം മെത്രാനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയെ വിവരദോഷിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചാക്ഷേപിച്ചിട്ടും സ്വന്തം സഭയിൽ നിന്ന് പോലും മെത്രാന് പരസ്യമായി പിന്തുണ ലഭിച്ചില്ല. ജോസഫ് മാർ ഗ്രിഗോറിയോസും കൂട്ടരും ഇപ്പോഴും ഇതൊന്നും അറിയാത്ത മട്ടാണ്. കൂട്ടത്തിലൊരു മെത്രാനെ വിവരദോഷി എന്ന് വിളിച്ചിട്ടും അതിനെ അപലപിക്കാതെ പിണറായിക്ക് ജയ് വിളിക്കേണ്ട ഗതികേട് കണ്ടു കാണുമല്ലോ. മുഖ്യമന്ത്രിയെ സമസ്തയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വിമർശിച്ചിട്ടും എതിരെ നിന്ന് ഒരു വാക്കുപോലും പറയാൻ ധൈര്യം കാണിക്കാത്ത പിണറായി ക്രിസ്ത്യാനിയുടെ മുകളിൽ മാത്രം കുതിര കയറുന്നു, പ്രകോപിതനാകുന്നു. സിന്ദാബാദ് വിളിക്കാൻ സ്വന്തം സമൂഹത്തിൽ ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. സ്വന്തം അസ്തിത്വത്തിന് സിന്ദാബാദ് വിളിക്കാൻ ആളില്ലല്ലോ. അന്തോക്യ മലങ്കര ബന്ധം വിളിക്കാൻ ഇവർക്കൊന്നും ഒരു നാണവുമില്ലല്ലോ. പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പണ്ടൊരു ബിഷപ്പിനെ പിണറായി നികിഷ്ടജീവി എന്ന് വിളിച്ചതുപോലെ അല്ല എന്ന് ഓർക്കണം. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയേക്കാൾ താഴുന്ന അവസ്ഥ ശരിയാണോ എന്ന് ഇനി പൊതുജനം പറയട്ടെ. തർക്കുത്തരത്തിന് വേണ്ടിയല്ല താൻ വിമർശിച്ചതെന്ന് മാർ കൂറിലോസ് മാന്യമായി അതിന് പ്രതികരിച്ചതാണ്. എന്നാൽ മെത്രാന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ് യാക്കോബായ സഭാ നേതൃത്വം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. കൂറിലോസിന്റെ പ്രസ്താവന സഭയുടെ ഔദ്യോഗിക നിലപാടോ അഭിപ്രായമോ അല്ലെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു. സഭാ നിലപാടും പ്രതികരണങ്ങളും നൽകാൻ സഭാധ്യക്ഷനും ഭാരവാഹികൾക്കും മാത്രമാണ് ഉത്തരവാദിത്തമെന്നും മാർ കൂറിലോസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സഭ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ സഹയാത്രികനെ വിവരദോഷിയെന്ന് പിണറായി വിളിച്ചാൽ കൂറിലോസിന് എന്ത് സംഭവിക്കാനാണ്? അദ്ദേഹത്തിന്റെ വിവരത്തിന് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇത്രയും കാലം പാർട്ടിയെ താങ്ങി നടന്ന ഒരു വ്യക്തിയെ അകാരണമായി പരിഹസിച്ച് മാറ്റി നിർത്തിയാൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കുന്ന പിണറായിയുടെ പാർട്ടിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അടുത്ത നിയമസഭാ ഇലക്ഷന് അതിലും താഴേക്ക് പോകാനേ ഇത്തരം വിവരദോഷി പരാമർശത്തിലൂടെ കൈമുതലാക്കാൻ പറ്റുള്ളൂ എന്നുറപ്പ്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവരെ പഴയതുപോലെ പൊള്ളവാക്ക് പറഞ്ഞു വശീകരിക്കാൻ പറ്റില്ലെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നേതാവാകേണ്ട ഒരാളുടെ നോട്ടവും നടത്തവും വാക്കുകളുമൊക്കെ ജനം അളന്നും തൂക്കിയേ വോട്ട് ചെയ്യൂ. തനിക്ക് ശേഷം വേറെ ആരും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നത് നന്നാണ്. പിണറായിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ മാർ കൂറിലോസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഇത്ര വോട്ടേ യാക്കോബേർക്കുള്ളതെന്ന് പിണറായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇവരെ അകറ്റി നിർത്തുന്നതാണ് ഭേദമെന്ന് പിണറായി തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഈ വിവരദോഷി പ്രയോഗമെന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് പരിതാപകരമാണ്. പള്ളികൾ സംരക്ഷിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാർ ഒരു ബില്ലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മെത്രാന്മാരെങ്കിലും സമൂഹ മധ്യത്തിൽ പരിഹസിക്കപ്പെടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നട്ടെല്ലുയർത്തി മെത്രാന്മാരെ സംരക്ഷിക്കാൻ നോക്കണം. രാഷ്ട്രീയക്കാരന് ചെണ്ട കൊട്ടാനുള്ളവരല്ല നമ്മുടെ ആത്മീയ പിതാക്കന്മാർ. മാർ കൂറിലോസിനോട് ഇവരുടെ പ്രതികരണം ഇങ്ങനെയാണ് എങ്കിൽ മറ്റു മെത്രാന്മാരോട് എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാലോ. ഇതൊക്കെ മുളയിലെ നുള്ളണമായിരുന്നു, അതോ മെത്രാനെതിരെ പ്രസ്താവനകൾ ഇറക്കി ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കണം? ഇനിയെങ്കിലും ആത്മാഭിമാനത്തോടെ ചിന്തിച്ചു നോക്കണം.